Hello everyone, welcome to the Lady and YouTube channel. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ബാക്കിൽ കാണില്ലേ ആ ചെമ്പരത്തി കട്ട് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പോവല്ല, അതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യാൻ പോവാ. അതിങ്ങനെ വളർന്ന് വളർന്ന് മുകളിൽ കണ്ടില്ലേ ആ ലൈനിലൊക്കെ തട്ടാറേ, അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്യാൻ പോവാ. ഈ ചെമ്പരത്തിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കഥ പറയാണ്ടേ. എന്താ വെച്ചാല് ഈ ചെമ്പരത്തി എനിക്ക് തന്നത്, ഞാൻ മുമ്പേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രേഷ്മ എന്ന് പറയും. അവളെ വീട് പിറവാണ്. അപ്പൊ എന്റെ ഓഫീസ് വന്നിട്ട് പനമ്പള്ളിയായിരുന്നു. അപ്പൊ അവള് പിറവത്തുനിന്ന് പനമ്പള്ളിയിലേക്ക് ഡെയിലി ബസ്സിലാണ് വരും, ഒന്നും രണ്ടൊക്കെ ബസ് മാറി കയറിയിട്ട് അങ്ങനെയാ വരാറ്. അപ്പം അവളെ വീട്ടിൽ ഇതേപോലെ പാഷൻ ഫ്രൂട്ടും ഇങ്ങനെ ചെമ്പരത്തിയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ചെടികൾ ഇഷ്ടമായതുകൊണ്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ടൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ അവളടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവള് എനിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിലൊക്കെ കൊണ്ടുതന്ന 2-3 കമ്പ് കൊണ്ട് തന്നിട്ട് അത് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടിട്ട് സെറ്റായതാണ് ഇത്. ഇപ്പൊ അമ്മ എപ്പോഴും പറയും നമ്മളെ വീട്ടിലെ ചെമ്പരത്തിക്ക് പ്രാന്തായതാണ്. നമുക്ക് ഫുള്ള് എപ്പോഴും ഇങ്ങനെ പൂവൊക്കെ ഇട്ട് ഫുള്ള് കാടായിട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും, അതും പിന്നെയും വളരും. ഇതൊന്നും ഞാനൊരു കഷ്ണം മുറിച്ചിട്ട് ഇപ്പൊ തൊട്ട് ബാക്കിലും കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അതും അവിടെയും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതിപ്പോ ഇതാണ് അവസ്ഥ. അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യാൻ പോവാം. നമ്മൾ ഈ വീട്ടില് 2021 എറണാകുളത്തേക്ക് ഹോൾ ഫാമിലി ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ വരുന്ന സമയത്ത് ഇതൊരു വില്ലയാണ്. അപ്പം ഇവിടെ പല വീടുകളിലും ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പം 1-2-3 വീടുകളിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഇതൊരു കറക്റ്റ് എന്താ പറയാ, ഒരു വയല് പോലെയായിരുന്നു. ആളും ഇല്ല, ഫുൾ അങ്ങനത്തെ പുല്ലും കാര്യങ്ങളും. നമ്മളെ വീട്ടിന്റെ അകത്ത് ഈ കോമ്പൗണ്ടിന്റെ അകത്താണെങ്കിൽ ഒരു ചെടിയില്ല, ഭയങ്കര ഡ്രൈ ആയിരുന്നു. നമ്മൾ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന ചെടികളും ആ സൈഡിലും ഈ സൈഡിലും ഉണ്ട്. പിന്നെ ബാക്കിലും കുറച്ച് വാഴ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ നിങ്ങളിപ്പം ഇൻസ്റ്റഗ്രാമിൽ എന്റെ സ്റ്റോറീസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, എന്റെ റൂമിൽ നിറയെ ചെടിയാണ്. പിന്നെ എന്റെ ഇവിടെ നിറയെ ചെടി ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നതൊക്കെ നിങ്ങൾ കാണാറില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. എനിക്ക് എപ്പോഴും റൂമിലാണെങ്കിലും മുറ്റത്താണെങ്കിലും എപ്പോഴും ഒരു ഗ്രീൻ കളർ എനിക്ക് എപ്പോഴും വേണം. അപ്പോഴാണ് ഒരു വീടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ഹോം ഫീൽ എപ്പോഴും തോന്നുന്നത് വീട്ടിലിങ്ങനെ നിറയെ ചെടികളുള്ള സമയത്താണ്. ഞാൻ കാശ് കൊടുത്ത് അങ്ങനെ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല, ഞാൻ ലൈഫിൽ വാങ്ങിച്ചിട്ടേ ഉണ്ടാവില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടാവുമായിരിക്കും, അല്ലാതെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി തന്നിട്ടുണ്ടാവുമായിരിക്കും, അല്ല വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ വാങ്ങിക്കില്ല. ഞാനൊന്നെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലൊക്കെ കാണുമ്പോൾ ഞാൻ പോയി ചോദിക്കും, എനിക്കൊരു കഷ്ണം തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ട് നട്ട ചെടികളാണ് ഇത്. ഇതില് ഒരു പകുതി മുക്കാലും നമ്മൾ കോഴിക്കോട്, ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ചെടികൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കുറെ പറ്റുന്നതൊക്കെ കൊണ്ടുവന്നിട്ട് അത് തന്നെയാണ് ഇവിടെ ഉള്ള ഒട്ടുമിക്ക ചെടികളും. അപ്പം ഇനി കട്ട് ചെയ്യാം, ബാ കട്ട് ചെയ്യാം. ഞാൻ ഇതിന്റെ മുകളിൽ കയറട്ടെ? എവിടെ എവിടെ ചെരുപ്പിട്ട് കയറണോ ചെരുപ്പിടാതെ കയറണോ? എങ്ങനെ കയറിയത്? അമ്മേ ഇതെന്താ? ഇപ്പൊ തന്നെ പോയത്. ഞങ്ങനെ ഒടിച്ചിട്ടെ ആരൊക്കെ ചെമ്പരത്തി വേണേക്കും. ഓ ഗോഡ്, ചെരിച്ചന്നെ മോളെ വെട്ടുന്ന്. കുറച്ച് താളിയാക്കി തലേ തേച്ചാലോ? സത്യം, ഇതൊക്കെ കറി വെച്ച് കൂട്ടാൻ പറ്റിയ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഞാൻ പണ്ട് അല്ല ചിലപ്പം കഴിക്ക. അമ്മ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തെ മറ്റേ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ ഉണ്ടാവില്ലേ, മറ്റേ ക്രാഫ്റ്റ് അങ്ങനത്തെ ക്ലാസ്സിനൊക്കെ. എന്നിട്ട് ഞാൻ അന്ന് എന്താ പറയുക കൊണ്ടുപോയത്, ചെമ്പരത്തിപ്പൂവിന്റെ സ്ക്വാഷോ
ജാമോ അങ്ങനെ എന്തോ ഉണ്ടാക്കിയ കൊണ്ടുപോയത്. ഈ സൈഡ് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഈ തണലങ്ങ് പോവും, പിന്നെ തണലും പോവും, പിന്നെ ആ ഒരു നല്ല രസമല്ലേ ഈ ചുവപ്പും പച്ചയും കൂടി ഇങ്ങനെ കാണാൻ. ആർക്കെന്ത് ബുദ്ധിമുട്ട്? ഇവിടെ എല്ലാരും ചെടി ഇഷ്ടമുള്ള ആൾക്കാരല്ലേ. ഓ ഈ മൂൾ സൈഡ് ഇതാ കട്ട് ചെയ്ത് ഇപ്പൊ തീരുവോ? ഏതാ ഇതാ ഞങ്ങള് ഇത്രയും കട്ട് ചെയ്ത് ഇതിനി ആ സൈഡിൽ കൊണ്ട് കളഞ്ഞിട്ട് വരാം. വെട്ടിത് ഞാൻ കാണിച്ചത് കഴിഞ്ഞിട്ട് കേട്ടോ. മൈക്കൊക്കെ വെച്ചിട്ട് ചെമ്പരത്തി കട്ട് ചെയ്തു. കണ്ടോ, ഇത്ര കട്ട് ചെയ്തുള്ളൂ. ആ മുകളിലേക്ക് പോയ പോർഷൻസ് കട്ട് ചെയ്ത് കുറച്ച് സൈഡിലും കട്ട് ചെയ്ത്. പക്ഷെ ഇപ്പോഴും നല്ല ഭംഗിയില്ലേ? ഇത് കത്തും, പക്ഷെ അത്ര ലൈറ്റ് ഇല്ല. ആ സ്വിച്ച് ഇട്ടോക്ക്. എന്റെ ട്യൂബ് ലൈറ്റിൻ്റെത് വീണുപോയി. അതിന്റെ ഹോൾഡ് ചെയ്യുന്ന സാധനം രണ്ടും വ്യത്യാസമുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ ഹെയർ സ്റ്റൈൽ കോപ്പി അടിച്ചു ഗൈസ്. ആ ഡ്രസ്സിനൊക്കെ മാച്ച് ആയിട്ടിട്ടുണ്ടല്ലോ. മാച്ചിങ് അണ്ട് അത്ര ലൈറ്റ് ഉള്ളൂ. അത് എനിക്ക് ഇത്ര ലൈറ്റ് പോരാ. ഇത് ഭയങ്കര നല്ല ലൈറ്റ് ഉണ്ട്. ഇത് ട്യൂബ് വാങ്ങിച്ച് മാറ്റിയിടല്ലേ. പക്ഷെ അവിടെ ലൈറ്റ് ഇട്ട് എനിക്ക് ലൈറ്റ് ഉണ്ടാവുമോ? ഇപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് അങ്ങ് ഊരിക്കളയാനാ? കണ്ട അമ്മേനെ തങ്ങുണ്ട്. വീഡിയോ ഉണ്ടായിട്ടൊന്നും പറയാത്ത, അല്ലെങ്കിൽ ഇപ്പൊ വായിലതൊക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ ബൈ. നിർത്തി. ഞാൻ പിന്നെ റൂം പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും സ്റ്റോറിയിലൊക്കെ കാണുന്നതല്ലേ എൻ്റെ ചെടികൾ. എല്ലാ ചെടിക്കും ഒരു കഥയുണ്ട് കേട്ടോ. ഈ മണി പ്ലാന്റ് എല്ലാം ഞാൻ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നതാണ്. ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ വേറൊരു ഫ്രണ്ട് രഞ്ജിത്ത് എനിക്ക് തന്നതാ. ഇത് വന്നിട്ട് സുരഭി ചേച്ചിക്ക് ഏതൊരു ഇവൻറ്റിന് പോയപ്പം അവിടെ നിന്ന് കിട്ടിയതാ. അപ്പം ചേച്ചി കൊണ്ടു തന്നു. ഇത് വന്നിട്ട് ഹിദ്ധാർത്ഥ് തന്നതാ. അങ്ങനെ പിന്നെ ഇത് ഞാൻ ക്ലിയോനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ കൊച്ചി മാരത്തോൺ നടക്കുമ്പോൾ അവർ ചെടിയൊക്കെ ഇങ്ങനെ കൊടുത്തിരുന്നു ഗിഫ്റ്റായിട്ടൊക്കെ. അപ്പം ബാലൻസ് വന്നത് ഞാൻ എടുത്തു. ഇതെനിക്ക് അജു തന്ന കാക്ടസ് ആയിരുന്നു. അത് ഞാൻ ഈ പോട്ടിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാത്തിനും ഒരു കഥയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ കാണാൻ പാടില്ലാത്ത കണ്ടുണ്ട് മായ്ച്ച് കളഞ്ഞേക്കും. പിന്നെ ഇതുണ്ട് സ്നേക്ക് പ്ലാന്റ്. ഇതൊക്കെ ഞാൻ എവിടുന്നെങ്കിലൊക്കെ കണ്ടപ്പം എടുത്തു വന്നതൊക്കെ ആയിരിക്കും.
ആളില്ലാത്ത സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ടാവില്ല, ആളുള്ള സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്. ഇത് ഇവിടെ തന്നെ നമ്മളെ വില്ലേൻ്റെ അകത്ത് തന്നെ എൻട്രൻസിൻ്റെ അവിടെ കുറേ കാട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ പറിച്ചിട്ട് എടുത്ത് നട്ടതാണ്. ഞാൻ തലയിൽ എണ്ണിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണമായപ്പോൾ കുറച്ച് കിടക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ടവലിട്ടിട്ട് ഇവിടെ കുറച്ച് കിടന്നു. അതാണ് ടവൽ അവിടെ. എന്തായാലും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വെച്ചാൽ ഒന്ന് സ്ക്രബ് ചെയ്യാം മുഖത്തൊക്കെ ഒന്ന്. അമ്മ എന്താ കുടിക്കുന്നത്? അച്ഛൻ്റെ തല. എൻ്റെ അമ്മയ്ക്ക് പ്രഷറോ ഷുഗറോ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും പായസം കുടിക്കാം അല്ലേ? ഇവിടെ കോള് വരുന്നു. എന്താ എൽസമ്മ ഫുള്ള് കിടത്താണല്ലോ ഒന്ന്. വയ്യേ നിനക്ക്? ഇതാണ് എൽസ. ഇവിടെ നമ്മളെ സൂസി ഉണ്ട്. സുസിമ. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. എനിക്ക് ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് സീനാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കും. അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ കഴിഞ്ഞ 2-3-4 വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ എനിക്ക് അങ്ങനത്തെ പ്രശ്നം വന്ന്. നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ബൈ ബൈ. അപ്പം അടുത്ത വ്ളോഗ് കാണാം. ബൈ.